കണക്കിന് റൊമാൻറ്റിക് മെയിൽസ്. യെസ്, ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കയ്യിലാണ് ഇത്ര അധികം മെയിൽ. അത് അടുത്ത അയച്ചിരിക്കുന്ന ആരാന്നറിയാമോ? ലിജോ ആണേ. 3 വർഷം ഞാൻ എൻ്റെ വാവയെ സ്നേഹിച്ചു. ഒരിക്കൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവൾ 2 ദിവസം എന്നെ വിളിക്കുകയോ മമ്മിയെക്കുറിച്ചൊന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നെ അവൾ ആശ്വസിപ്പിച്ചില്ല. അത് ചോദിച്ചപ്പോൾ എന്നോട് വഴക്കിട്ടു. നേരിട്ട് കാണാൻ ചെന്നപ്പോൾ കരഞ്ഞ് ബഹളം വെച്ച ആളെ കൂട്ടി ഇയാൾ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ലാസ്റ്റ് എന്നോടുള്ള പ്രതികാരമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സ്നേഹമായി. ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് എന്നെ മറക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. 4 വർഷമായിട്ടും ഞാൻ ഇന്നും എൻ്റെ പൊന്നുവാവയെ കാത്തിരിക്കുക. വരില്ലെന്നറിയാമെങ്കിലും വൈ ലിജോ, എന്തിനാ കുട്ടിയെ കാത്തിരിക്കുന്നത്? വേദന തരുന്നവർക്ക് നമ്മൾ തിരിച്ച് വേദന കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിനെ കരുതി നമ്മൾ വേദനിച്ച് കഴിയണമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണെടോ, വേണ്ട. ഇതുപോലെ ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് മെയിൽസ് അയക്കാം. നമ്പർ 567678, ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം അറ്റാൻ കാണിക്കുന്ന റൊമാൻസ്. lb@clubfm.in, ലവ് ബൈറ്റ്സിൻ്റെ lb@clubfm.in, അതാണ് ഇങ്ങോട്ട് മെയിൽസ് അയക്കാനുള്ള ID. എനിക്കൊരു വലിയ മെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് കേൾക്കണം കേട്ടോ. കംപ്ലീറ്റ് വലുതാന്നോർത്തിട്ടിട്ട് പോരുത് ഇടയ്ക്ക് വെച്ച്. ഈ മെയിൽ 11 മണി കഴിയുമ്പോൾ തന്നെ വായിക്കണം കേട്ടോ ചേച്ചി, അപ്പോഴേ പുള്ളി കേൾക്കത്തുള്ളൂ. എൻ്റെ പേര് ആര്യ. ഞാനൊരു ഡിസേബിൾഡ് പേഴ്സൺ ആയിരുന്നു ബൈ ബർത്ത്. എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സാധാരണ ആൾക്കാരെ പോലെ എനിക്ക് നടക്കാൻ കഴിഞ്ഞത്. ഞാനിനി പറയുന്നയാൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു. അയാൾക്ക് എൻ്റെ എല്ലാ ഡിസബിലിറ്റീസും അറിയാം. അവൻ എന്നോട് പ്രപ്പോസ് ചെയ്തു. ഞങ്ങളുടെ കാസ്റ്റ് ഡിഫറെൻ്റ് ആണ്. പേരൻസ് ഒരിക്കലും സമ്മതിക്കത്തില്ല. സോ ഞാൻ നോ പറഞ്ഞു. എനിക്ക് അയാളോട് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ 3 വർഷമായിട്ടുള്ളൂ ഞാൻ സ്വന്തമായി നടക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ അമ്മയായിരുന്നു എല്ലാം ചെയ്തു തന്നിരുന്നത്. സോ എൻ്റെ ലൈഫിനേക്കാളും ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും സ്നേഹിക്കുന്നു. അവരെ വേദനിപ്പിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയത്തില്ല. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഗുണം കണ്ടില്ല. ഞാൻ റഫായി നോ പറഞ്ഞു, എന്നാലും കാര്യമൊന്നുമില്ല. എനിക്ക് 2 പേരിൽ ഒരാളെ നഷ്ടപ്പെടുത്തണം, പക്ഷേ എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. രാകേഷ്, ഈ ജന്മം ഞാൻ എൻ്റെ പേരൻസിന് വേണ്ടി ജീവിക്കുക. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിനക്കായി നിന്നിൽ അലിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റിയലി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് യുവർ ഡിവൈൻ ലവ്. 6 വർഷമായി നോ പറയുന്നു, എന്നാലും എനിക്കൊരു ബ്രേക്കപ്പ് ഫീലിംഗ് ആണ്. ലാസ്റ്റായി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ കോളേജിൽ പോകുന്ന വഴി കാത്തു നിന്ന് എന്നെ നോക്കരുത് പ്ലീസ്. എന്നെ കൊല്ലുന്ന പോലത്തെ വേദനയാണ് എനിക്ക്. ഇതിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മാപ്പ് തരൂ പ്ലീസ്. എനിക്കെൻ്റെ അമ്മയും അച്ഛനെയും ഈ ജന്മം വേദനിപ്പിക്കാൻ കഴിയില്ല. സോറി. എല്ലാ ലവ് ബൈറ്റ്സ് ലിസണേഴ്സിൻ്റെയും ലവ് സക്സസ് ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് സാധിക്കട്ടെ. ആര്യ, ഒത്തിരി സങ്കടം തരുന്ന മെയിലായി പോയിട്ടോ. പക്ഷേ ആര്യ എന്തെങ്കിലും ഇത് വീട്ടിൽ പറഞ്ഞു നോക്കിയോ? അല്ലെങ്കിൽ അയാളെ വീട്ടിലൊന്ന് അവതരിപ്പിച്ച് നോക്കിയോ? അങ്ങനെ ശ്രമിക്കുക പോലും ചെയ്യാതെ ഒരു പ്രണയം വേണ്ടാന്ന് വെക്കണോ? ഒന്ന് ആലോചിച്ചൂടെ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം അറ്റാൻ കാണിക്കുന്ന റൊമാൻസ്. ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. റീനു, എൻ്റെ പേര് ഹനു. ഞാനും എൻ്റെ രഞ്ജുവും തമ്മിൽ 3 വർഷമായി പ്രണയത്തിലാണ്. ഈ പ്രണയം അവൾ വീട്ടിൽ അവതരിപ്പിച്ചു. ആകെ പ്രശ്നമായി. എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ വീട്ടുകാർ എനിക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെ എനിക്ക് IBയിൽ കിട്ടാനിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പറയുവാണ്, ഇനി അവൾക്ക് വീട്ടുകാരെ വിട്ട് എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ലത്രേ. എനിക്ക് നന്നായി അറിയാം അവൾ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. അവളില്ലാതെ ജീവിക്കാൻ എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് ജീവനാണ് എനിക്ക് അവളെ. എൻ്റെ രഞ്ജു എൻ്റെ അടുത്തേക്ക് വരില്ലേ? രേഷ്മ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. വരുമായിരിക്കും കേട്ടോ. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ മാത്രം, അല്ലാതെ വെറുതെ പറ്റിക്കാനായിട്ട് കുറച്ച് സമയത്തേക്ക് വേണ്ടിയുള്ളൊരു പ്രണയമൊക്കെ ആണെങ്കിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. വിഡ്ഢിത്തമാണതെല്ലാം. പക്ഷെ എന്താ പറയുക, ഐ ഹോപ്പ് തിങ്സ് വിൽ ടേൺ ഔട്ട് ടു ബി ഗുഡ് ഫോർ യു. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരട്ടെ എന്ന്. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെയിൽസ് അയക്കാം. lb@clubfm.in ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം അറ്റാൻ കാണിക്കുന്ന റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഹായ് റീനു ചേച്ചി, ഞാൻ ഹഡ്സൺ റൊണാൾ. 2 വർഷം മുൻപാണ് ഞാൻ അവളെ പരിചയപ്പെട്ടത്. പതിയെ ഞങ്ങൾ അടുത്തു. ഒരിക്കൽ അവളെന്നെ വിളിച്ചു. എൻ്റെ ഡാഡി അടുത്തത്. ഡാഡി അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അന്ന് തൊട്ട് അവളെന്നോട് മിണ്ടുന്നില്ല. FBയിൽ വരെ എന്നെ ബ്ലോക്ക് ചെയ്തു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്നെപ്പറ്റി ചോദിക്കാറുണ്ട്.
ശരണ്യ, നീ ഇത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ ഇത് കേൾക്കുന്നുണ്ടെന്ന്. പ്ലീസ് പ്രിൻസസ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. എൻ്റെ സങ്കടം ഷെയർ ചെയ്യാൻ നീ അല്ലേ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. നിനക്കൊന്ന് വന്നപ്പോൾ നീ അത് സ്വയം അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. പ്ലീസ് കം ബാക്ക്, പ്ലീസ്. യോസ് ഹഡ്സനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോനെ, നമുക്കിങ്ങനെ അച്ഛൻ്റെയൊക്കെ അടുത്തത് വഴക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്താ അറിയോ? അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ അച്ഛൻ നമ്മളെ വിളിച്ചിട്ട് ചീത്ത പറയാം. എന്തോരം ഇൻസൾട്ടഡ് ആവുമെന്നറിയോ, എന്തോരം സങ്കടം വരുമെന്നറിയോ. ആ കുട്ടി മനസ്സിലാക്കുമായിരിക്കും അത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെയിൽസ് അയക്കാം lb@clubfm.in കേട്ടുകൊണ്ടിരിക്കും ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം കാണിക്കുന്ന റൊമാൻസ്.